ചാലഞ്ചിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് രാജീവ്. നമ്മളിന്ന് ഇവിടെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് SSLC കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷിൽ ചില ഗ്രാമർ പോർഷൻസ് ആണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡയറക്റ്റ് സ്പീച്ചും, രണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ചും. എന്താണ് ഡയറക്റ്റ് സ്പീച്ച്? ഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ചാൽ ഒരാൾ മറ്റൊരാളിനോട് നേരിട്ട് പറയുന്നതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് സ്പീച്ച്. എന്താണ് ഇൻഡയറക്റ്റ് സ്പീച്ച്? ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഡയലോഗിനെ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ മറ്റൊരു പേരാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പൊ നമ്മൾ പറയും, ഒരാൾ മറ്റൊരാളിനോട് നേരിട്ട് പറയുന്നതിനെ വിളിക്കുന്ന പേര് ഡയറക്റ്റ് സ്പീച്ച്. അത് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് ഇൻഡയറക്റ്റ് സ്പീച്ച് അഥവാ റിപ്പോർട്ടഡ് സ്പീച്ച്. ഇതാണ് ഐഡിയ. ഇപ്പൊ ഒരാൾ മറ്റൊരാളിനോട് നേരിട്ടൊരു കാര്യം പറയും. രാജു രാധയോട് പറയുകയാണ്, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയും. ഇതിപ്പോ നേരിട്ട് പറഞ്ഞതാണ്. ഇത് മറ്റൊരാൾ കേൾക്കുമെന്ന് സങ്കല്പിക്കുക. അയാൾ പറയുന്നു, രാജു രാധയോട് പറഞ്ഞു. അയാൾ പറയുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയത്തില്ല. രാജു രാധയോട് പറഞ്ഞു, അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്നേ പറയും. ഓട്ടോമാറ്റിക്കായി നമ്മൾ നോക്കുമ്പോൾ അയാൾ നേരിട്ട് പറഞ്ഞപ്പോ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് ഇവിടെ എത്തിയപ്പോ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന റിപ്പോർട്ടഡ് സ്പീച്ചിൽ എത്തിയപ്പോ അവൻ എന്നായി മാറും. അതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് സബ്ജക്റ്റുകൾക്ക് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാനെന്ന് ഉദ്ദേശിക്കുന്നത് ആണിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവനാകാം, പെണ്ണിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ അവളാകാം. അതെപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത അതിന്റെ രീതി എങ്ങനെ പഠിക്കാമെന്നോ. ആദ്യമായി റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ പഠിക്കേണ്ടത് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ആദ്യം നോക്കുമ്പോൾ ആദ്യം നല്ല ഭംഗിയായിട്ട് ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മതി. ഡയറക്റ്റ് സ്പീച്ചിൽ ആം, ഈസ്, ആർ ഇവ മൂന്നുമുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലെത്തുമ്പോൾ അത് വാസ് വെയറായി മാറ്റണം. ആമീസാർ എന്നത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വാസ് വെയർ. രണ്ട്, ഡയറക്റ്റ് സ്പീച്ചിൽ ഓൾറെഡി തന്നിരിക്കുന്നത് വാസ് വെയർ ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലെത്തുമ്പോൾ ഹാഡ് ബീൻ ആണ്. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ നമുക്ക് തന്നിരിക്കുന്നത് ഹാഡ് ബീൻ ആണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എത്തുമ്പോൾ ഹാഡ് ബീൻ തന്നെയാണ്. അപ്പൊ നമ്മൾ പഠിക്കുക, ഡയറക്റ്റ് സ്പീച്ചിൽ ആമീസാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് നമ്മൾ മാറ്റുമ്പോൾ വാസ് വെയർ ആക്കണം. വാസ് വെയർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ഹാഡ് ബീൻ ആക്കി മാറ്റണം. ഹാഡ് ബീൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് ഹാഡ് ബീനിലേക്ക് തന്നെ. രണ്ടാമത്തത്, ഡയറക്റ്റ് സ്പീച്ചിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ എത്തുമ്പോൾ ഹാഡ് പ്ലസ് V3 ആക്കണം. ഇനി ഓൾറെഡി ചിലപ്പോൾ ഹാഡ് പ്ലസ് V3 തന്നെയാവും കൊടുത്തിരിക്കുന്നത്. അതാണെങ്കിൽ വീണ്ടും ഹാഡ് പ്ലസ് V3 തന്നെയാണ്. മൂന്നാമത്, ഡയറക്റ്റ് സ്പീച്ചിൽ ഡു, ഡസ് എന്നിവയാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഡിഡ് ആണ്. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ ഓൾറെഡി തന്നിരിക്കുന്നത് ചിലപ്പോൾ ഡിഡ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കണം. അപ്പോൾ ഡു, ഡസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡിഡ് ആക്കണം. ഡിഡ് ആണ് ഓൾറെഡി തന്നിരിക്കുന്നതെങ്കിൽ ഹാഡ് പ്ലസ് V3 ആക്കണം. അടുത്തത്, ഡയറക്റ്റ് സ്പീച്ചിൽ ബില്ല് കൊടുത്തിരിക്കുന്നെങ്കിൽ ബില്ല് എന്ന വാക്കുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ബില്ലാവും. ബില്ല് കൊണ്ടാവും, ഷാളാണെങ്കിൽ ഷുഡാവും, ഞാനാണെങ്കിൽ കുഡാവും, മേ ആണെങ്കിൽ മൈറ്റ് ആകും, മസ്റ്റ് ആണെങ്കിൽ ഹാഡ് ടു ആവും. ഇതെല്ലാം ബേസ് ആണ്. ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. ആമീസാർ ആണെങ്കിൽ വാസ് വെയർ ആകും, വാസ് വെയർ ആണെങ്കിൽ ഹാഡ് ബീൻ ആകും, ഹാഡ് ബീൻ ആണെങ്കിൽ ഹാഡ് ബീൻ തന്നെയാകും. ഹാസ് ഹാവ് പ്ലസ് V3 ഹാഡ് പ്ലസ് V3 ആവും, ഹാഡ് പ്ലസ് V3 ഹാഡ് പ്ലസ് V3 തന്നെയാവും. ഡു, ഡസ് ഡിഡ് ആവും, ഡിഡ് ഹാഡ് പ്ലസ് V3 ആവും. ബില്ല് ഗുഡാകും, ഷാൾ ഷുഡാകും, ഞാൻ ഗുഡാകും, മൈറ്റ് ആകും, മസ്റ്റ് ഹാഡ് ടു ആവും. ഇത് ഇത്രയുമാണ് ബേസ്. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇത് ഇത്രയും പഠിക്കുന്നതിൽ മാത്രമേ ബാക്കി ഭാഗം നമുക്ക് മനസ്സിലാവും. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. രണ്ട് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാണ്. റാം, what are you doing? സീത, I am studying. രണ്ടാമത്തെ എക്സാമ്പിൾ, റാം, are you writing it? സീത, yes I am writing. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് സ്ഥിരമായി വരാറായി. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന്. ആദ്യം ചെയ്യേണ്ട കേസ്, റാം, വാട്ട് ആർ യു ഡൂയിങ്? ഈ റാം പറയുന്നത് സാധാരണ ഒരു പറച്ചിലാണോ ചോദ്യമാണോ നോക്കുക. നമുക്കത് മനസ്സിലായി. വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളൊരു ചോദ്യമാണ്. ഏത് ചോദ്യമാണ് വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ഒരു WH ക്വസ്റ്റ്യൻ വേർഡാണ്. ഇങ്ങനെ WH ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് WH ക്വസ്റ്റ്യൻസ് എന്നാണ്. അതായത് നമുക്ക് മനസ്സിലായി ഇതൊരു WH ക്വസ്റ്റ്യൻസ് എന്നാണ്. നമുക്ക് ഈ WH ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ഞാൻ എഴുതിയാണ് റാം. ഒരു ചോദ്യം ഒരിക്കലും പറയാൻ പറ്റൂല, ചോദിക്കാനേ പറ്റൂ. അപ്പോ റാം ചോദിച്ചു, ആസ്ക്ഡ്. ആരോട് ചോദിച്ചു? സീത. അപ്പൊ
അപ്പൊ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായി എന്ന് കേൾക്കും. റാം ആസ്ക്ഡ് സീത, റാം സീതയോട് ചോദിച്ചു. ഇനി പ്രത്യേകത, ഈ ഗ്രൂപ്പ് ആരോട് ചോദിച്ചു എന്ന ഗ്രൂപ്പിന് ഇംഗ്ലീഷിൽ നമ്മളൊരു പേര് വിളിക്കും, റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി അപ്പുറത്ത് എന്ത് കാര്യമാണ് ചോദിച്ചത്, എന്ത് കാര്യമാണ് പറഞ്ഞത്, ആ ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്ന പേര് റിപ്പോർട്ടഡ് വെർബ് എന്നാണ്. അതായത് ആരോട് ചോദിച്ചു അഥവാ റിപ്പോർട്ടിംഗ് വെർബ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടഡ് വെർബാണ്. ഈ സാധനം റിപ്പോർട്ടഡ് വെർബ് നമ്മൾ ചെയ്യണം. റിപ്പോർട്ട് വെർബ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഏതൊരു റിപ്പോർട്ടിംഗ് വെർബിനെയും റിപ്പോർട്ടഡ് വെർബിനെയും എപ്പോഴും ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരു കണക്റ്റിംഗ് വേർഡ് നമ്മൾ കൊണ്ടുവരണം. അതാണ് പ്രത്യേകത. എന്നാൽ ജോയിനിങ് വേർഡ് അഥവാ കണക്റ്റിംഗ് വേർഡ് വേണം. നമ്മൾ ഈ കണക്റ്റിംഗ് വേർഡ് ഒരുപാട് കണക്റ്റിംഗ് വേർഡുകൾ പലതിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം. കണക്റ്റിംഗ് വേർഡിന്റെ പ്രത്യേകത, ഏതൊരു കണക്റ്റിംഗ് വേർഡ് കണക്റ്റിംഗ് വേർഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് സബ്ജക്റ്റ് മാത്രമേ വരാവൂ എന്നാണ് നിബന്ധന. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കേസ് ഒന്ന്, നമ്മൾ എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബ് എഴുതിയാൽ അടുത്ത റിപ്പോർട്ടഡ് വെർബ് എഴുതേണ്ടതാണ്. പക്ഷെ റിപ്പോർട്ടഡ് വെർബ് എഴുതുന്നതിന് മുമ്പ് ഒരു കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുക. കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് സബ്ജക്ട് മാത്രമേ എഴുതാവൂ എന്നാണ് നിബന്ധന. നമുക്ക് നോക്കാം. ഇത് WH ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള വാട്ടിൽ തുടങ്ങുന്ന, വൈയിൽ തുടങ്ങുന്ന, വെല്ലിൽ തുടങ്ങുന്ന, വിച്ചിൽ തുടങ്ങുന്ന WH ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ചേർക്കുന്ന കണക്റ്റിംഗ് വേർഡ് ഏതാണെന്ന് നമുക്ക് നോക്കാം. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലെ കണക്റ്റിംഗ് വേർഡ് WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെയായിരിക്കും. വാട്ടെങ്കിൽ വാട്ട്, വെന്നെങ്കിൽ വെൻ, വൈയെങ്കിൽ വാട്ട്. അപ്പോൾ നമ്മളിവിടെ വാട്ട് തന്നെ അങ്ങ് എഴുതുക. വാട്ട് ഇവിടുത്തെ പ്രത്യേകത WH ക്വസ്റ്റ്യൻ വേർഡ് മാത്രമല്ല, ഇത് കണക്റ്റിംഗ് വേർഡുമാണ്. അപ്പോൾ ഇവിടുത്തെ വാട്ടിൽ പ്രത്യേക കണക്റ്റിംഗ് വേർഡാണ്. പുറത്ത് നിന്ന് ഒരു കണക്റ്റിംഗ് വേർഡും ആഡ് ചെയ്യാൻ പാടില്ല. വാട്ട് തന്നെ എഴുതുക. അപ്പോൾ നമ്മൾ ഏതെഴുതി? വാട്ടെഴുതി. വാട്ടിൽ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഇവിടെ ഒരു കണക്റ്റിംഗ് വേർഡ് ആയിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കണക്റ്റിംഗ് വേർഡ് കഴിഞ്ഞാൽ പിന്നീട് സബ്ജക്റ്റേ വരാവൂ. കണക്റ്റിംഗ് വേർഡ് നമ്മളിപ്പോ വാട്ട് ഇവിടെ എഴുതിയല്ലോ. ഇനി അടുത്ത സബ്ജക്ട് അടുത്ത് കിടക്കുന്ന ഓക്സിലറി വെർബ് എന്നാണ്. ആമീസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഇവയെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിലറി വെർബ് എന്നാണ്. ഓക്സിലറി വെർബ് എഴുതാൻ പാടില്ല. കാരണം സബ്ജക്ട് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ തിരിച്ചു വരാവൂ. അതായത് ഇത് വന്നാൽ പിന്നീട് 2 ഇതിൽ വന്നിട്ടേ 3 ഇതിലേക്ക് വരാവൂ. ഇങ്ങനെ വരാവൂ. ശ്രദ്ധിക്കുക. അപ്പോ നമ്മൾ നോക്കുക. റാം സീതയോട് ചോദിച്ചു. നമ്മൾ അടുത്തായിട്ട് യു ആണ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ യു ഡൂയിങ്? യു എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? യു എന്ന് ഉദ്ദേശിച്ചത് ഉറപ്പായിട്ട് സീതയാണ്. യു എന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീതയെ കൊണ്ടുവരാം. വാട്ട്? ഷീ. യു എന്തായി മാറി? ഷീ ആയി മാറി. ഇനി ആമീസാർ എന്താവും? ആമീസാറ് വാസ്വേറാം. ആമീസാർ നമ്മൾ നേരത്തെ പഠിച്ചു. ആമീസാറ് വാസ്വേറാം. അപ്പൊ ആമീസാർ എന്തായി മാറി? വാസ്വേറാം. വാട്ട് ഷീ വാസ്. അപ്പോ നമ്മള് യു എന്താക്കി മാറ്റി? ഷീ ആക്കി മാറ്റി. ആമീസാർ വാസ്വേറാക്കി. ക്വസ്റ്റ്യൻ മാർക്കിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഓർമ്മിച്ചു വെച്ചിരിക്കുക. ഒന്നാമത്തെ ഇങ്ങനെയാണ് ആൻസർ. നമുക്ക് നോക്കാം. റാം വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് റാം ആസ്ക്ഡ് സീത എഴുതി. കണക്റ്റിംഗ് വേർഡ് വാട്ട് തന്നെയാണ്. വാട്ട് എഴുതി, കണക്റ്റിംഗ് വേർഡ് എഴുതി. അതിനുശേഷം യുവിനെ റിപ്പോർട്ട് ചെയ്ത് ആരാണ്? ഷിയാക്കി. ആമീസാർ വാസാക്കി. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നത്. ഇത് നമുക്ക് നോക്കാം. സീത മറുപടി പറയുന്നതാണ് ഐ ആം സ്റ്റഡി. അപ്പൊ സീത മറുപടി പറയുന്നതല്ലേ? സീത മറുപടി പറയുക റിപ്ലൈഡ്. സീത റിപ്ലൈഡ് മറുപടി പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര്. ആരോട് പറഞ്ഞു അല്ലെങ്കിൽ ആരോട് ചോദിച്ചു എന്ന ഈ ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്ന പേര് സീത റിപ്ലൈഡ്. നാമെന്ന് എഴുതേണ്ട കാര്യമല്ല, സീത റിപ്ലൈഡ് എന്ന് എഴുതിയാൽ മതി. നമ്മുടെ സീത റിപ്ലൈഡ് ഈ ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്ന പേര് റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് വിളിക്കുന്നത്. റിപ്പോർട്ടിംഗ് വെർബ്. അപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ വിളിക്കുന്ന പേര് റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ്. റിപ്പോർട്ടിംഗ് വെർബ് എഴുതി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബ് എഴുതി കഴിഞ്ഞാൽ പിന്നീട് ഏത് ക്രമം? റിപ്പോർട്ടിംഗ് വെർബ് എഴുതി കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് വെർബ് റിപ്പോർട്ടിംഗ് വെർബ് കൂടെ ജോയിൻ ചെയ്യിക്കണ്ടേ? നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? റിപ്പോർട്ടിംഗ് വെർബിനെയും റിപ്പോർട്ട് വെർബിനെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഉപയോഗിച്ച് കണക്ഷൻ വേണം വാട്ടായിരുന്നു. കാരണം അവിടെ WH ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്നാൽ ഇവിടെ നോക്കാം. ഇവിടെ ഐ ആം സ്റ്റഡിങ് എന്നല്ലേ കിടക്കുന്നത്. ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്ട് അല്ലേ. ഇങ്ങനെ അയ്യോ, ഹിയോ, ഷിയോ ഇങ്ങനെ പേരുകളോ എന്ത് സബ്ജക്ട് വന്നാലും ചേർക്കേണ്ട കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ആണ്. എല്ലായിടത്തും ദാറ്റ് കൊണ്ട് ചേർക്കരുത്. ഒരു സബ്ജക്ട് ആണെങ്കിൽ മാത്രമേ ദാറ്റ് ചേർക്കാവൂ. WH ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങുന്നുണ്ട്. WH ക്വസ്റ്റ്യൻ വേർഡ് കണക്റ്റിംഗ് വേർഡായിട്ട് ചേർക്കുക. ഒരു സബ്ജക്ട് ആണെങ്കിൽ മാത്രമേ, ഇങ്ങനെ അയ്യും, ഹിയും, ഷിയോ ഒക്കെ ആണെങ്കിൽ മാത്രം, യു ഒക്കെ ആണെങ്കിൽ മാത്രമേ ദാറ്റ് ചേർക്കാവൂ. അപ്പോൾ ദാറ്റ് കണക്റ്റിംഗ് വേർഡായിട്ട് ഉപയോഗിച്ചു. ഇനി ദാറ്റ് കണക്റ്റിംഗ് വേർഡ് വെച്ചു. ഇനി ഐ എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? സീതയല്ലേ. അപ്പോ ഐ ആരാണ്? ഷിയ. ഇനി ആമീസാർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആമീസാർ എന്താവും? ആമീസാർ വാസ്വേ ആവുന്ന ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആമീസാർ ഷീ വാസ്വേർ ആയി. അപ്പോ
ഐ ഷീ ആയി, ആം എന്തായി, വാസായി, സ്റ്റഡി സ്റ്റഡി. ഇങ്ങനെയാണ് പ്രത്യേകത. ആൻസർ എങ്ങനെ വന്നു? സീത റിപ്ലൈഡ്, കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ചേർത്തു, ഐ എന്താക്കി, ഷീ ആക്കി, ആമീസാർ എന്തായി, വാസ് വെയർ ആയി, സ്റ്റഡി. അതാണ് ആൻസർ. ഷീ റിപ്ലൈഡ് ദാറ്റ് ഷീ വാസ് സ്റ്റഡി. ഇങ്ങനെ വരും ആൻസർ. അപ്പൊ സീത റിപ്ലൈഡ് ദാറ്റ്. അപ്പൊ നമ്മൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിലെ കണക്റ്റിംഗ് വേർഡ് WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ആയിരിക്കും. സബ്ജക്റ്റിൽ തുടങ്ങുന്ന ഇതുപോലുള്ള സെന്റൻസ് ആണെങ്കിൽ മാത്രമേ ദാറ്റ് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ചേർക്കാവൂ എന്നുള്ളതാണ്. ഇനി ചേർക്കേണ്ടത് അറിയേണ്ട കാര്യം, WH ക്വസ്റ്റ്യൻ വേർഡ് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതുപോലെ വരുമ്പോ അതിനുശേഷം കണക്റ്റിംഗ് വേർഡ് കഴിഞ്ഞ് എപ്പോഴും സബ്ജക്റ്റ് വരാം. ഇവിടെ വാട്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഷീ ആണ്, ഇവിടെ ദാറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ഷീ ആണ്. ഓർമ്മിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റാം ആർ യു റൈറ്റിംഗ് ഇറ്റ്? സീത യെസ് ഐ ആം റൈറ്റിംഗ്. ഈ സെന്റൻസ് നമുക്ക് നോക്കാം. ഈ സെന്റൻസ് നമുക്ക് നോക്കുമ്പോൾ ആർ യു റൈറ്റിംഗ് ഇറ്റ് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എഴുതാം റാം ആസ്ക്ഡ് സീത. റാം ആസ്ക്ഡ് സീത. നമ്മൾ എഴുതി റാം ആസ്ക്ഡ് സീത എഴുതി. ഇതൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചെന്ന് മനസ്സിലാവുന്നത്. റാം ആസ്ക്ഡ് സീത എന്ന് എഴുതി. നമുക്ക് വേണ്ടത്, അടുത്തായിട്ട് വേണ്ടത്, നമുക്കറിയാം ഈ ഗ്രൂപ്പ് നമ്മൾ വിളിക്കുന്നത് റിപ്പോർട്ടിംഗ് വെർബാണ്. റിപ്പോർട്ടിംഗ് വെർബിന് കണക്റ്റിംഗ് വേർഡ് ചേർക്കണം. നമ്മൾ നേരത്തെ WH ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് WH ക്വസ്റ്റ്യൻ വേർഡ് ചേർത്തു. രണ്ടാമത്തെ എസ് ഇവിടെ, അതായത് സബ്ജക്ട് തുടങ്ങിയതല്ല, അപ്പൊ ദാറ്റ് ചേർത്തു. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആർ യു റൈറ്റിംഗ് ഇറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് WH ക്വസ്റ്റ്യൻ അല്ല, കാരണം WH ക്വസ്റ്റ്യൻ വേർഡ് അതിനകത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതൊരു ആറെന്ന് പറയുന്നതിനാണ് തുടങ്ങിയത്. ആമീസാർ വാസ്തവ ഇതിലേക്ക് നമ്മൾ വിളിക്കുന്ന ഓക്സിലറി വെർബാണ്. ഇങ്ങനെയുള്ള ആമീസാർ വാസ്തവ ഡു ഡിഡ് ഹാസ് ഹാവ് ഹാഡ് വിൽ ഗുഡ് ഷാർട്ട് ഷൂട്ട് ഇങ്ങനെയുള്ള ഓക്സിലറി വെർബിൽ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നതാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് എസ് ഓർണോ ക്വസ്റ്റ്യൻ എന്നാണ്. എസ് ഓർണോ ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻ, രണ്ട് എസ് ഓർണോ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ കണക്റ്റിംഗ് വേർഡ് ആയിട്ട് WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ചേർത്താൽ മതി, പുറത്തുനിന്നും ആഡ് ചെയ്തു. എന്നാൽ എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് ആമീസാറിലോ വാസ്വേറിലോ ഡൂഡസിലോ ഡിഡിലോ ഒക്കെ തുടങ്ങുന്നതാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ചേർക്കാനുള്ള കണക്റ്റിംഗ് വേർഡ് ആണ് ഇഫ് ഓർ വെദർ. ഒരിക്കലും മറന്നു പോകരുത്. രണ്ടെണ്ണം മാറ്റി തിരിച്ചും ചേർക്കാം. ഇഫ് അല്ലെങ്കിൽ വെദർ, ഇഫ് അല്ലെങ്കിൽ വെദർ, ഇഫ് അല്ലെങ്കിൽ വെദർ. ഇഷ്ടപ്പെട്ട ചേർക്കാം. ഞാൻ ഇവിടെ തൽക്കാലം ഇഫ് എഴുതി. വെദർ വേണമെങ്കിൽ ചേർക്കാം, ഇഫ് എഴുതി. ഇനി ഇഫ് ഒരു കണക്റ്റിംഗ് വേർഡ് അല്ലേ, കണക്റ്റിംഗ് വേർഡ് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് വരുന്നത്. ആ സബ്ജക്റ്റ് കിടക്കുമ്പോൾ ഇഫ് എഴുതി. അടുത്തത് സബ്ജക്റ്റ് ആയിട്ട് യു ആണ്. യു എന്നുള്ള ഉദ്ദേശിച്ചത് ആരെയാണ്? സീതയാണ് ഉദ്ദേശിച്ചത്. യു ഓട്ടോമാറ്റിക് ആയിട്ടും ഷീ ആവും. ഇനി മാത്രമേ ഇങ്ങോട്ട് വരാവൂ. യു കഴിഞ്ഞിട്ടേ ആറിലേക്ക് ഇനി ആമീസാർ ഉണ്ടാവും. ആമീസാർ വാസ്വേർ ആവും. നമുക്കറിയാം യു എഴുതി ഷീ ആയി. ആമീസാർ വാസ്വേർ ആവുമ്പോൾ ഷീ വാസ്. ഷീ വാസ്. ഇവിടെ ആറാണെന്ന് വെച്ച് വേറെ ആക്കരുത്, കാരണം ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ് ആണെന്ന്. ഷീയുടെ വേറെ നിൽക്കില്ല, വാസ് നിൽക്കും. അപ്പൊ ഇഫ് ഷീ വാസ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ മാർക്ക് വരണം. അപ്പൊ ആൻസർ എങ്ങനെ? റാം ആസ്ക്ഡ് സീത ഇത്ര എഴുതി. പിന്നെ കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ഇഫ് ഓർ വെദർ ആണ്. ഇഫ് ഓർ വെദർ ഇഷ്ടപ്പെട്ട ചേർക്കാം. സബ്ജക്ട് യുവിനെ ഷീ ആക്കി, ആമീസാറിന്റെ വാസ്വേർ ആക്കി, ഷീയുടെ വാസ് ആയതുകൊണ്ട് ഷീ വാസ് റൈറ്റിംഗ്. ആൻസർ നോക്കാം. മറ്റത് സീത മറുപടി പറയുന്നത് യെസ് ഐ ആം റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണെന്ന് പറയുന്നു. സീത മറുപടി പറയുക റിപ്ലൈ. സീത റിപ്ലൈഡ്. ഇനി അടുത്ത നമ്മൾ അപ്പുറത്ത് നോക്കുന്നു. കണക്റ്റിംഗ് വേർഡ് ചേർക്കണം. കണക്റ്റിംഗ് വേർഡ് ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലായി യെസ് ഐ ആം റൈറ്റിംഗ്. യെസ് വിട്ട് കളയുക, ബാക്കി നോക്കുക. ഐ ആം റൈറ്റിംഗ്. ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. ഇങ്ങനെ സബ്ജക്റ്റില്ല ഐ ഹി ഷി ഇങ്ങനെയൊക്കെ തുടങ്ങി നമ്മൾ ദാറ്റാണ് ചേർക്കുന്നത്. പക്ഷെ യെസ് നമ്മൾ എന്ത് ചെയ്യും? യെസ് നമ്മൾ ചെയ്യുന്നത് യെസ് എന്ന് കൊടുത്തിരിക്കുന്നെങ്കിൽ അതിനെ പോസിറ്റീവ്ലി ദാറ്റ് എന്നും, നോ എന്നാണെങ്കിൽ നെഗറ്റീവ്ലി ദാറ്റ് എന്നും ആക്കും. അപ്പൊ യെസ് ആയതുകൊണ്ട് ഞാനിതിനെ പോസിറ്റീവ്ലി ദാറ്റ്, പോസിറ്റീവ്ലി കണക്റ്റീവ് എഴുതി, പോസിറ്റീവ്ലി ദാറ്റ് അതുവരെ എഴുതി. അപ്പൊ ഇതുവരെ ആയപ്പോ ഒരു ലൂപ്പായി. പോസിറ്റീവ്ലി ദാറ്റ്. ഇനി നോ എന്നായിരുന്നെങ്കിൽ നെഗറ്റീവ്ലി ദാറ്റ്. ഇനി ഐ എന്താവും? ഐ എന്താവും? ഷീ ആവും. ആമീസാർ എന്താവും? വാസ് റൈറ്റിംഗ്. ഇതാണ് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളിവിടെ പഠിച്ചത് എങ്ങനെ നമുക്ക് WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാം. WH ക്വസ്റ്റ്യന്റെ കണക്റ്റിംഗ് വേർഡ് WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്. അത് കഴിഞ്ഞിട്ട് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സബ്ജക്റ്റ് വരാവും. ഇനി സാധാരണ ഐ ഹി ഷി ഇങ്ങനെയുള്ള തുടങ്ങുന്ന സെന്റൻസുകളാണെങ്കിൽ അതിലെ കണക്റ്റിംഗ് വേർഡ് എപ്പോഴും ദാറ്റ് ആയിരിക്കും. ഇനി ഒരു എസ് ആണ് ക്വസ്റ്റ്യൻ, ആമീസാർ വാസ്വേർ ഡൂഡസ് ഇങ്ങനെയുള്ള എസ് ആണ് ക്വസ്റ്റ്യൻ കണക്റ്റിംഗ് വേർഡ് ഉറപ്പായിട്ടും ഇഫ് ഓർ വെദർ ആയിരിക്കും. ഫോർ വെദർ കഴിഞ്ഞിട്ടും ദാറ്റ് കഴിഞ്ഞിട്ടും ഈ WH ക്വസ്റ്റ്യൻ വേർഡ് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കണക്റ്റിംഗ് വേർഡ് കഴിഞ്ഞാൽ എപ്പോഴും സബ്ജക്റ്റ് വരാവും എന്നുള്ളതാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകാം. അടുത്തൊരു എക്സാമ്പിൾ ഇതാണ്. വൈ ഹാവ് യു റിട്ടൺ ഇറ്റ്? നീ എന്തുകൊണ്ടാണ് അത് എഴുതിയത്? എന്തിനാണ് എഴുതിയത്? സീത ഐ ഹാവ് റിട്ടൺ ഇറ്റ് ഫോർ മൈ ഫ്രണ്ട്. ഞാൻ അത് എഴുതിയത് എന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ റാം ഹാവ് യു റിട്ടൺ ഇറ്റ്?
Sita? No, I have not written it. അപ്പൊ ഇത് നമുക്ക് മനസ്സിലായി ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു എസ് എന്ന ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. റാം ചോദ്യമല്ലേ, റാം ആസ്ക്ഡ് സീത, റാം സീതയോട് ചോദിച്ചു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പോർട്ടിംഗ് വെർബ്. ഈ റിപ്പോർട്ടഡ് വെർബ് എഴുതുന്നതിന് മുമ്പ് കണക്ട് വേർഡ് കേൾക്കണ്ടേ? കണക്ട് വേർഡ് ഏതാണ്? ഇവിടുത്തെ കണക്ട് വേർഡ് പുറത്തൊന്നും ചേർക്കാൻ പാടില്ല, കാരണം വൈ തന്നെ ചേർക്കണം. കാരണം വൈ കണക്ട് വേർഡ് ആയിട്ട് നിൽക്കാനുള്ള പവർ ഉണ്ട്. വൈ എഴുതി, അടുത്തായിട്ട് സബ്ജക്ട് അല്ലേ, യു ആരാണ്? സീതയല്ലേ, സീത ഷീ അല്ലേ, അപ്പൊ വൈ എഴുതി, നേരെ കണക്ട് വേർഡ് വൈ എഴുതി, യുവിനെ ഷീ ആക്കി. ഇനി ഹാവ് എന്താവും? ഹാവ് ഹാഡ് ആവൂലേ, അപ്പോ ഹാവ് എന്തായി? ഷീ ഹാഡ്. ഇനി റിട്ടൺ എന്താണ്? ആൻസർ എങ്ങനെ വന്നു? റാം ആസ്ക്ഡ് സീത, വൈ കണക്ട് വേർഡ് ഷീ, യുവിനെ ഷീ ആക്കി, സബ്ജക്ട് ഹാവ് ഹാഡ് ആക്കി. ഇതിന്റെ ആൻസർ നോക്കാം. സീത സീത മറുപടി പറഞ്ഞല്ലേ, സീത റിപ്ലൈഡ്. കണക്ട് വേർഡ് ഏത് കൊടുക്കാം? ഐ തുടങ്ങിയല്ലേ, അതുകൊണ്ട് ദാറ്റിന്റെ കൊടുക്കാൻ പറ്റൂ. ഐ ആരാണ്? ഐ ഷീ അല്ലേ, ഐ ഷീ. ഹാവ് എന്താവും? ഹാഡ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഹാവ് ഹാഡ് ആവും. റിട്ടൺ എന്താണ്? റിട്ടൺ. ഇറ്റ് തന്നെ. ഫോർ മൈ ഫ്രണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അവൾ, ഞാൻ പറയുമ്പോ അവൾ, ഞാൻ പറയുമ്പോ എന്താവും? സീത പറഞ്ഞ സമയത്ത് എങ്ങനെയായി? ഞാൻ എന്റെ ഫ്രണ്ടിന് വേണ്ടി എഴുതി എന്നുള്ളത്. വേറൊരാൾ പറയുമ്പോ അവൾ അവളുടെ ഫ്രണ്ട് എന്നാവും. അപ്പൊ മൈ എന്നുള്ളത് ചെറുതെന്നായി മാറും. അത് ശ്രദ്ധിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കാം. റാം ആസ്ക്ഡ് സീത. ഒരു എസ് ഓർണോ ക്വസ്റ്റ്യൻ അല്ലേ? എസ് ഓർണോ ക്വസ്റ്റ്യൻ ഇപ്പോൾ വരാം. തൽക്കാലം വേദന എഴുതാം. എസ് ക്വസ്റ്റ്യന് വേദ എഴുതി. ഇനി യു, ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് റിപ്പോർട്ട് ചെയ്യുക. യു കാരണം കണക്ട് വേടാണ് വേദ. ഇപ്പോൾ കണക്ട് വേണം. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരാം. യു റിപ്പോർട്ട് ചെയ്തു. യു എന്തായി? ഷീ. യു എന്തായി? ഷീ. അടുത്ത ഹാവോ, ഹാവ് എന്തായി? ഹാഡ്. ഹാവ് എന്തായി? ഹാഡ്. ഇനി റിട്ടേൺ. ആൻസർ എങ്ങനെ വന്നു? റിട്ടേൺ. ആൻസർ എങ്ങനെ വന്നു? റാം ആസ്ക്ഡ് സീത, കണക്ട് വേർഡ് യു ഷീ ആയി, ഹാവ് ഹാഡ് ആയി, റിട്ടേൺ റിട്ടേൺ. ഈ ആൻസർ സീത മറുപടി പറഞ്ഞല്ലേ? സീത മറുപടി പറഞ്ഞു. സീത റിപ്ലൈഡ്. ഇവിടെ നോ എന്നല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു നോ എന്ന് വന്നാൽ നെഗറ്റീവിറ്റി. ഐ ഹാവ് നോട്ട് റിട്ടേൺ എന്നല്ലേ? ഐ സബ്ജക്ട് അല്ലേ? അപ്പൊ ദാറ്റ് കണക്ട് വേർഡ് എഴുതി, ദാറ്റ് കണക്ട് വേർഡ് എഴുതി. ഇനി ഐ എന്താവും? ഷീ ആവും അല്ലേ? അവളല്ലേ? ഹാവ് എന്താവും? ഹാഡ്. നോട്ട് നോട്ട്. റിട്ടേൺ റിട്ടേൺ. ഈ രീതിയിൽ ആൻസർ. അപ്പൊ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചില് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ് എഴുതിയത്. നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് WH ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിനൊരു ആൻസർ ചോദിക്കുക. WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിന്റെ കണക്റ്റിംഗ് വേർഡ് WH ക്വസ്റ്റ്യൻ വേർഡ് തന്നെ എഴുതുക. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരാം. രണ്ട്, നമ്മളൊരു എസ് ഓർണോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അതായത് ആമീസർ വാസ്തു ഡൂഡ് സ്റ്റേറ്റിംഗ് ഓപ്ഷനറി വെർബിൽ തുടങ്ങുന്നതാണെങ്കിൽ ഇതിന്റെ കണക്റ്റിംഗ് വേർഡ് എപ്പോഴും വരുന്നത്, കണക്റ്റിംഗ് വേർഡ് എപ്പോഴും ഏതായിരിക്കും? ഇഫോർ വെദർ ആയിരിക്കും. നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് ഇഫോർ വെദർ. ഇഫോർ വെദർ കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് എഴുതാവും? ഇഫോർ വെദർ കഴിഞ്ഞാൽ പിന്നീട് സബ്ജക്റ്റ് എഴുതാവും. അത് വളരെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി സാധാരണ ഒരു ഐ ഇ ഷീ ഇങ്ങനെയാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിലെ കണക്റ്റിംഗ് വേർഡ് എപ്പോഴും ദാറ്റ് ആയിരിക്കും. ഇതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ബേസിക് ഫോം. 10th ക്ലാസ് വരെയുള്ള, 7ാം ക്ലാസ് മുതൽ 10th ക്ലാസ് വരെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഇത് നന്നായിട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണുന്നത്.